അസ്സലാമു സ്നേഹമുള്ളവരെ, നേരം പുലരുമ്പോൾ വിവിധ തരത്തിലുള്ള വാർത്തകളാണ് നാം കേൾക്കുന്നത്. വ്യത്യസ്തമായ സംഭവവികാസങ്ങളിലൂടെ ഓരോ ദിനവും നമ്മളെ വിളിച്ചുണർത്തുകയാണ്. ഓരോ ദിനവും ഉണരുമ്പോൾ വ്യത്യസ്തമായ വാർത്തകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ മൊത്തം പരിശോധിച്ചാൽ വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ കടന്നു വരുന്ന പുതുവർഷം സന്തോഷമായിരിക്കും എന്ന് പറയുന്നു. എങ്കിൽ ഓരോ പുതുവർഷത്തിലും പറഞ്ഞു പോകാനായി, ഓർത്തിരിക്കാനായി, അല്ലെങ്കിൽ വേദനയോടുകൂടി കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഒക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുണ്ടാകും. ഒരു സമാധാനത്തിൻ്റെ കാലം എന്ന് ഓരോ വ്യക്തികളും ആശിക്കുമെങ്കിലും ചിലർ സന്തോഷവാന്മാരായി മാറുകയും എന്നാൽ ഭൂരിഭാഗം ആളുകളും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്ത് ഒരു റേഡിയോ, ആ റേഡിയോയിലൂടെ കേൾക്കുന്ന വാർത്തകളും അതുപോലെ തന്നെയുള്ള മറ്റ് പരിപാടികളൊക്കെ നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഒരു റേഡിയോയിലൂടെ, അതും ഇത്ര സമയത്ത്, വാർത്തയ്ക്കൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ ഭൂരിഭാഗം ആളുകളും വൈകുന്നേരങ്ങളിലാണ് അല്ലെങ്കിൽ വല്ല ചായക്കടയിലോ ഒക്കെ ഇരുന്നു കൊണ്ടായിരിക്കും പല സമയത്തും പലതും കേൾക്കുന്നത്. എങ്കിലും അതെല്ലാം ഒരു കേൾവി മാത്രമാക്കി അതിലൊന്ന് ആശ്ചര്യപ്പെട്ട് അവിടെ നിന്ന് ആ വിഷയം തീർന്നു. അപ്പോൾ ആ ഒരു കാലം വളരെ മനോഹരമായിരുന്നു. ആരും കേൾക്കുന്ന വാർത്തയുടെ പുറകെ ഓടാറില്ല. വാർത്തകൾ കേൾക്കുന്നു, ചിലപ്പോൾ യുദ്ധത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും അപകടം പറ്റിയതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മറ്റിതര സംഭവങ്ങളൊക്കെ വാർത്തയിലൂടെ കേട്ടാൽ അതെല്ലാം കേട്ടപാടെ പിന്നീട് മറന്നു പോകുന്നൊരവസ്ഥയാണെങ്കിൽ, കാലം മാറി നമ്മുടെ മുന്നിലേക്ക് പലതും കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ട് റേഡിയോ ടി വി ആയി മാറുകയും ആ ടി വി ചാനലിലൂടെ ഇന്ന സമയത്ത് വരുന്ന പ്രോഗ്രാം, അങ്ങനെ ആ പ്രോഗ്രാം കാഴ്ചക്കാരായി, പണ്ട് കേൾവിക്കാരായിരുന്നെങ്കിൽ പിന്നെ കാഴ്ചക്കാരായി. അപ്പോൾ ദൂരദർശൻ എന്ന് പറയുന്ന അവിടെ നിന്നും ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം, അവരുടെ ഇഷ്ടത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഇന്ന സമയത്ത് കാണാൻ പറ്റുന്നത് കൊണ്ടിട്ടും കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ടി വി ഉള്ളത് കൊണ്ടിട്ട് അങ്ങനെ കാണാൻ താല്പര്യമുള്ളവരെല്ലാം വീട്ടിലും അതുപോലെ തന്നെ അയൽവക്കത്തും ഒക്കെയായി സൗഹൃദങ്ങളായി കഴിഞ്ഞുകൂടിയിരുന്നു. വീണ്ടും കാലം പുരോഗമിച്ചപ്പോൾ കേബിൾ വിഷനായി ചാനലുകൾ ഒരുപാട് വന്നു. വ്യത്യസ്തമായ പരിപാടികൾ, നല്ലതും ചീത്തയുമൊക്കെ ഇടകലർന്നുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ വരാൻ തുടങ്ങി.
അപ്പോഴും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം വീട്ടിലിരുന്നാലേ ഇത് കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അച്ഛനും അമ്മയും അല്ലെങ്കിൽ പാപ്പയും ഉമ്മയും ഒക്കെ മക്കളോടൊപ്പം ഇരുന്ന് ആസ്വദിക്കുന്ന ആ ഒരു നല്ല കാലം കൈവിട്ടു പോയത് ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടിയാണ്. മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി സംഭവിച്ച കാര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് ലോകത്ത് നടക്കുന്ന ഏത് സംഭവവും നിമിഷ നേരം കൊണ്ട് അറിയാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മളെല്ലാവരും എത്തപ്പെട്ടു നിൽക്കുകയാണ്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് പരിശോധിച്ചറിയാനും അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാനും കാണാത്ത കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ സംവിധാനമുള്ള മൊബൈൽ ആണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളത്. കുട്ടികൾ മുതൽ അങ്ങേയറ്റം വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരുടെ കയ്യിൽ വരെ ഈ ആധുനിക സംവിധാനങ്ങളുള്ള ഫോൺ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതിലൂടെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ നിർബന്ധിക്കപ്പെട്ട് വിധിക്കപ്പെട്ടവരായി മാറി ഓരോരുത്തരുടെ ചോയ്സ് എന്താണോ അത് തിരഞ്ഞെടുക്കാൻ എളുപ്പം കഴിയുന്ന ഒരു സംവിധാനമാണ് ഇന്ന് മൊബൈലിലുള്ളത്. ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും അറിയുന്ന കാര്യങ്ങളെല്ലാം 100% സത്യമാണോ എന്ന് നമ്മൾ ആരും പരിശോധിക്കാറില്ല. ഇന്ന് കേരളത്തിൽ ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട്. ഓരോ ഹെഡിങ്ങും കാണുമ്പോൾ നമ്മളെല്ലാവരും ആ ഹെഡിങ് കണ്ടുകൊണ്ടാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. സത്യവും അസത്യവും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചാനലിൽ സബ്സ്ക്രൈബർ കൂടാനും വാച്ച് അവർ കൂടാനും ഒക്കെയായി ഹെഡിങ് വളരെ മനോഹരമാക്കാൻ ഒരാൾ തന്നിലേക്ക് എങ്ങനെ കടന്നു വരണമെങ്കിൽ ഏത് തരത്തിലുള്ള വാർത്ത, ഏത് തരത്തിലുള്ള വിഷയം അവതരിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഓരോരുത്തരും. ഭൂരിഭാഗം ആളുകളും വാർത്തയാണ് പറയാൻ ശ്രമിക്കുന്നത്. വളരെ അപൂർവം മാത്രമേ ആളുകളെ ഉള്ളൂ മറ്റിതര പരിപാടികളുമൊക്കെയായി. വ്യത്യസ്തമായ ശൈലിയിൽ വാർത്തകൾ വായിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന മറ്റ് ചാനലുകളും, റിപ്പോർട്ടർ മുതൽ 24 അങ്ങനെയൊക്കെ പേരുള്ള വലിയ ചാനലുകളുമൊക്കെ എല്ലാവരും ടി വിയിലൂടെ കാണുന്നതിന് പകരം മൊബൈലിലൂടെ കാണാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഏത് സമയത്തും എവിടെയിരുന്നും എന്തും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാലം മാറി. അതുകൊണ്ട് ഒരു മുട്ടുസൂചി വീണാൽ പോലും അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടപ്പോൾ അതിലേക്ക് ഏതൊരാൾക്കും ഏത് വിഷയവും തനിക്കൊരു കഴിവുണ്ടെങ്കിൽ അത് ഒരു ചാനൽ തുടങ്ങി അതിൽ തൻ്റെ വിഷയം അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരവസ്ഥ വന്നതോടുകൂടി അറിവുള്ളവനും അറിവില്ലാത്തവനുമൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് യൂട്യൂബിൽ വരുമാനം കൂട്ടി നമ്മളെ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് ചാനൽ ഭംഗിയായി പോകുന്ന ധാരാളം യൂട്യൂബേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ജീവിക്കാൻ പണം വേണം, പണത്തിന് സത്യസന്ധമായ മാർഗങ്ങൾ സ്വീകരിക്കുക, നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുക. പക്ഷേ നമ്മൾ കാണുന്ന ഓരോ ഹെഡിങ്ങും സത്യത്തിൽ ആ ഹെഡിങ് കണ്ടാണ് ആളുകൾ ചാടിക്കയറുന്നത്. ഇവിടെ നടക്കുന്നത്
ഓരോ ഹെഡിങ്ങിൻ്റെ പുറകെയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമായി ജനിച്ച അല്ലെങ്കിൽ ഒരു മുസൽമാനായി ജനിച്ച ഏതൊരു വ്യക്തിയും കള്ളം പറയരുതെന്നും മറ്റുള്ളവനെ പരിഹസിക്കരുതെന്നും തൻ്റെ സഹോദരനെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്നും തൻ്റെ അയൽവക്കത്തുള്ളവർക്ക് സങ്കടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പരിഹരിക്കണമെന്നും ഏത് മതമായാലും അവരവരുടെ വിശ്വാസങ്ങൾ വലുതാണെന്നും ആ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കരുതെന്നും അങ്ങനെ ഒത്തിരി അറിവുകൾ നമ്മളൊക്കെ പഠിച്ചു എങ്കിലും നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്ന പുതിയ പുതിയ അറിവുകൾ മനുഷ്യനെ ആശയക്കുഴപ്പത്തിലാക്കി മുസ്ലിമിൽ തന്നെ വ്യത്യസ്തരായ മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വിശ്വാസം തന്നെ പലർക്കും പല രീതിയിലാണ്. പലരും പല തരത്തിലാണ് ഇസ്ലാമിക വിഷയം ചർച്ച ചെയ്യുന്നത്. അള്ളാഹ് ഉണ്ടെന്നും അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നും അതുപോലെ തന്നെ സൂഫികളാണ് അള്ളാഹുവിലേക്കെത്താൻ വഴികാട്ടുന്നവർ, അതുകൊണ്ട് സൂഫി ദർഗകളിൽ സിയാറത്ത് ചെയ്യുന്നവരും ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സൂഫി ഉണ്ടെങ്കിൽ അവിടെ പോയി ശിഷ്യപ്പെടുകയും ആത്മീയ വഴിധാരയിലൂടെ സഞ്ചരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ട്. എങ്കിൽ അതിനേക്കാളെല്ലാം അപ്പുറത്ത് ഇതെല്ലാം ശരിയല്ലാത്ത ഒരു രീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവമില്ല എന്നും ഈ കാണിക്കുന്നതൊക്കെ പൊട്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന നിരീശ്വരവാദികളായ വേറൊരു വിഭാഗവുമുണ്ട്. അപ്പോൾ ഇങ്ങനെ തലയിൽ തൊപ്പിവെച്ചാൽ എല്ലാവരും മുസ്ലിങ്ങളായി. അപ്പോൾ വ്യത്യസ്തമായ അറിവുള്ള തൊപ്പികളാണ് ഓരോരുത്തരുടെയും തലയിലിരിക്കുന്നത്. തൊപ്പി കണ്ടുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ഒന്നാണ് എന്ന് കരുതിപ്പോകുന്ന മറ്റ് ഇതര വിഭാഗങ്ങൾ, അവർക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഓരോ പേരിലും മുസ്ലിങ്ങളുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാലും മുസ്ലിം എന്ന് പറഞ്ഞാലും ഒന്നാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇതെല്ലാം നിലകൊള്ളുന്നത്. ഇസ്ലാമിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ സലഫി വിഭാഗങ്ങൾ വേറെ, തബ്ലീഗ്, ഖാദിയാനി, അങ്ങനെ ഷിയ, സുന്നി, സൂഫികളിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള പല തരീഖത്തുകളും അത് അറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നവരും അതറിയാതെ വിമർശിക്കുന്നവരുമൊക്കെയുള്ള ഒരു കാലമാണ്. ഏതിനെക്കുറിച്ചും ഒരു സംശയക്കാരനെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കുന്ന വാർത്തയും ഒരു വിശ്വാസിയെ ഏറ്റവും വലിയ വിശ്വാസിയാക്കുന്ന വാർത്തയും ഓരോ ആൾക്കാർക്കും ഓരോ ചാനലുള്ളതിൻ്റെ പേരിൽ എല്ലാവരും ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു വ്യത്യസ്തമായ രീതിയിൽ. ഏറ്റവും അധികം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചാനലിലൂടെ പല തർക്കങ്ങളും അരങ്ങേറുമ്പോൾ ആ തർക്കങ്ങളെല്ലാം മുസ്ലിങ്ങൾ തമ്മിൽ വാദപ്രതിവാദങ്ങളായി മാറി. നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് മുജാഹിദിനെ നോക്കി സുന്നിയും, സുന്നികൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് സുന്നികളെ നോക്കി മുജാഹിദും പറയുന്ന ഒരവസ്ഥ. രണ്ട് കൂട്ടരും തല്ലുപിടിക്കുന്നത് ഈ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടാണ്. ഒരു ബാപ്പാക്ക് 2 മക്കളുണ്ടായി. ആ 2 മക്കൾ ബാപ്പാക്ക് ഒരേപോലെ തന്നെയാണ്. പക്ഷെ അവർ വളർന്നു വന്നപ്പോൾ ഒരാൾ CPM-കാരനും ഒരാൾ കോൺഗ്രസ്സുകാരനുമായി. 2 മക്കൾക്കും 2 ആശയങ്ങൾ. ബാപ്പാക്ക് 2 മക്കളും ഒന്ന്. 2 പേരും പരസ്പരം പാർട്ടി ബേസ് പറഞ്ഞ് വീട്ടിൽ കിടന്ന് അടിപിടിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന വാപ്പാക്ക് 2 മക്കളും
തൻ്റേതാണെന്നുള്ള ആ ഒരു ഓർമ്മ. അതിലൊരു അഭിപ്രായം പറയാൻ പറ്റാതെ പിതാവ് രണ്ടുപേരെയും സമന്വയിപ്പിക്കാൻ ശ്രമിക്കും എന്നതുപോലെയാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ മറ്റു വിഭാഗങ്ങളൊക്കെ മാറി നിൽക്കും. അവരവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകും. അവരിലുമുണ്ട് തർക്കങ്ങൾ, എങ്കിലും അതിലേക്കൊന്നും ഞാൻ കൈകടത്തുന്നില്ല. പക്ഷെ നമ്മുടെ ഇസ്ലാമിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഒരു അറിവുമില്ലാത്ത സാധാരണക്കാരായ പാവപ്പെട്ട അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, അവനിഷ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇവരുടെ ഈ സംവാദങ്ങൾ ഇന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ കാണുന്ന പാവപ്പെട്ട ഉമ്മമാരൊക്കെ ഓരോ സംഭവങ്ങളും കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി പോവുകയാണ്. ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടു, ഒരു സക്കാഫിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവരുടെ സുഹൃത്തുക്കളായ കുറച്ചു പേര് ആ കല്യാണ വീട്ടിൽ പാടിയ പാട്ട് വളരെയധികം വൈറലായി മാറുകയും ആ കുടുംബത്തിന് തന്നെ വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായി എന്ന് അവർ തന്നെ പറയുന്നതും നമ്മൾ കണ്ടു. നാം മനസ്സിലാക്കേണ്ടത്, എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം? ഇത് തിരിച്ചറിയാതെയാണ് പലരും അതൊരാഘോഷമാക്കി മാറ്റുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഒരു ആഘോഷമല്ല. പരസ്പരം പരിചയമില്ലാത്ത രണ്ട് കുടുംബങ്ങൾ ഒന്നാവുകയും പരസ്പരം മനസ്സിലാക്കാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒന്നാവുകയും ചെയ്യുന്ന ഒരു ശുഭമുഹൂർത്തമാണ് വിവാഹത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത്. ആ വിവാഹ ദിവസം ക്ഷണിക്കപ്പെട്ട അവരുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും അയൽക്കാരുമൊക്കെ ആ പരിപാടിയിൽ പങ്കുകൊള്ളുമ്പോൾ അവർ ക്ഷണിച്ചത് തൻ്റെ മകളുടെ ജീവിതം നന്നായി വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ കൂട്ടിയോജിപ്പിക്കലിലേക്ക് അവിടെ എത്തിയിരിക്കുന്ന ആളുകൾ ആ രണ്ട് ബന്ധങ്ങൾ ഒന്നു ചേരുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം ധന്യമാകുന്നതിന് വേണ്ടി, നാളെ കൂടിയിരിക്കുന്നവരും ചിന്തിക്കുക, നാളെ നമ്മുടെ മക്കൾക്കും ഇതുപോലെ ഒരവസ്ഥ വരാനുണ്ട്, ആ അവസ്ഥയിൽ നമ്മുടെ മക്കളും ഒരു കുടുംബത്തിൽ ചെന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും, ആ ചിന്തയുണ്ടെങ്കിൽ ഈ പരിപാടിയിൽ പങ്കുകൊള്ളുന്ന സമയത്ത്, അവിടെ നിക്കാഹ് നടക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ വാപ്പയും ചെക്കനും തമ്മിൽ പരസ്പരം കൈകോർത്ത് അവർക്കിടയിൽ ഒരു പണ്ഡിതൻ ചൊല്ലിക്കൊടുക്കുന്ന വാചകങ്ങൾ ചൊല്ലി പരസ്പരം ഒരു കരാർ ഉറപ്പിക്കുന്നു. ആ കരാർ ഉറപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ എത്തപ്പെട്ടവർ മൗനം പാലിച്ച് അവിടെ നടക്കുന്ന സംഭവത്തിലേക്ക് മനസ്സ് സമർപ്പിച്ച്, അല്ലാഹുവേ, ഈ നടക്കുന്ന ഈ വിശുദ്ധമായ കർമ്മം, ആ കർമ്മത്തിൽ ഒന്നുചേരുന്ന ആ രണ്ട് കുട്ടികളുടെയും ജീവിതം, അവരുടെ മരണം വരെയും അല്ലാഹുവേ ഇണപിരിയാതെ, പ്രയാസങ്ങളില്ലാതെ, മറ്റിതര ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ രണ്ട് കുടുംബങ്ങളും സ്നേഹത്തോടുകൂടി ഒന്നായി ജീവിച്ച് മരിക്കാൻ അല്ലാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ എന്ന് ആ വന്നു ചേർന്നവരെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്താൽ ആ ദുആയുടെ ഫലം വല്ലാത്തതാണ്. പക്ഷെ ആരാണത് ചെയ്യുന്നത്? വരുന്നു, പരസ്പര ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനുള്ള കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയവർ തമ്മിൽ വിശേഷം തിരക്കുന്ന തിരക്കിലായി. ഇനി അതിൽ വഴക്കുള്ളവരുണ്ടെങ്കിൽ പരസ്പരം കുറ്റം പറയലായി. സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷം, ഭക്ഷണം കഴിക്കാനുള്ള തിരക്ക്, പെണ്ണിൻ്റെ വസ്ത്രത്തിനെക്കുറിച്ച് സ്ത്രീകളും
പുരുഷനെക്കുറിച്ച് പുരുഷന്മാരും അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും അതുമായി ബന്ധപ്പെട്ടതുമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ ആ രണ്ട് കൂട്ടർക്കും ഈ വന്നുകൂടിയവരുടെ കണ്ണേറും പ്രാക്കും കിട്ടിയാണ് കല്യാണത്തിൽ ആ കല്യാണം അന്നത്തെ ഒരു ദിവസം അവസാനിക്കുന്നത്. അപ്പൊ ശാപം കിട്ടിയ പോലെയാണ് ഓരോ നിക്കാഹും നടക്കുന്നത്. അതുകൊണ്ട് പല കുടുംബങ്ങളും വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, കണ്ണേറ് കിട്ടിയ വലിയ പാടാണ്. ഏറ്റവും വലിയ കണ്ണേറ് കിട്ടിയാണ് കല്യാണം അവസാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ, നിങ്ങളുടെ മനസ്സിനെ ഒക്കെ ഒന്ന് നേരെയാക്കി നാളെ നമ്മുടെ മക്കൾക്കും ഇതുപോലൊരു ചടങ്ങുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഒരു ചടങ്ങിൽ പങ്കുകൊള്ളാൻ. അതിലാത്മാർത്ഥമായി ഇന്ന് ദുആ ചെയ്യുക. ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ആ രണ്ട് കുട്ടികളെയും മരണം വരെയും ഇണപിരിയാതെ, ആശയക്കുഴപ്പങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, സന്തോഷത്തോടെ അവരും അവരുടെ സന്താനങ്ങളുമൊക്കെ നാളെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ നാടിന് ഗുണമുള്ള മക്കളാക്കിക്കൊണ്ട് മറ്റണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ ആർക്കും കഴിയില്ല. എല്ലാവരും ഒരു മരവിച്ച അവസ്ഥയിൽ വന്ന് പരസ്പരം കണ്ടുമുട്ടി എന്തൊക്കെയോ ഗീബത്തും നമീമത്തും ഒക്കെ പറയുന്നൊരു സദസ്സായി മാറുകയാണ് അവിടെ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തർക്കമുള്ളോടത്ത് ബർക്കത്തില്ല എന്ന്. അത് പള്ളിയിലായാലും എവിടെയായാലും, നിക്കാഹിൻ്റെ സദസ്സിലായാലും തർക്കം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ബർക്കത്താണ് കളയുന്നത്. ആ പിതാവ് കടം വാങ്ങിയും കഷ്ടപ്പെട്ടും ഒരു പയ്യനെ കണ്ടെത്തി അവരെ ഒന്നു ചേർപ്പിക്കുന്ന തിരക്കിന് നമ്മുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയത് അവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാനോ നിങ്ങൾ കാണാത്തവരെ കണ്ടുമുട്ടിക്കാനോ ഒന്നുമല്ല. എല്ലാവരും ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാനാണ്. അതാരും പഠിപ്പിച്ചു കൊടുക്കുന്നുമില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് നമ്മളെല്ലാവരും വിഷയങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുകയും പരസ്പരം തമ്മിത്തല്ലാതെ, ജാഹിദ് പറയുന്ന ആശയങ്ങൾ ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് അംഗീകരിക്കേണ്ട, മറിച്ച് അവർ പറയുന്നതിൻ്റെ ശരി എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുക. സുന്നികൾ പറയുന്ന ശരി എത്രത്തോളം ഉണ്ടെന്ന് നമ്മളാണ് പരിശോധിച്ചറിയേണ്ടത്. എന്തെങ്കിലും കേൾക്കുമ്പോൾ ഭംഗിയായിട്ടത് ആസ്വദിക്കുമ്പോൾ അതാണ് ശരിയെന്നും പറഞ്ഞ് അങ്ങോട്ട് ചാടരുത്, ഇതാണ് ശരിയെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ചാടരുത്. നമ്മളാണ് ശരിയാവേണ്ടത്. കാരണം നാളെ ഈ അള്ളാൻ്റെ ഈ പറയുന്ന കോടതിയും ചോദ്യം ചെയ്യലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മുജാഹിദിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ സുന്നിയുടെ നേതാക്കളോ ഒന്നും നമുക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന വഴി എത്രത്തോളം ശരിയാണ് എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത്. എന്നിട്ട് വേണം എവിടെയും ഉറച്ചു നിൽക്കാൻ. അതിനുവേണ്ടി ഒരു അന്വേഷണം ആവശ്യമാണ്. അല്ലാതെ ഒരു ഭംഗിയായ കാര്യം കേൾക്കുമ്പോൾ ഒരറിവുമില്ലാത്തവൻ ഇതാണ് ശരിയെന്നും പറഞ്ഞ് അതിലേക്ക് ചാടും. അങ്ങനെയല്ല. അറിയാനുള്ളൊരു സംവിധാനങ്ങൾ ഇന്ന് കയ്യിലുണ്ട്. തിന്മ നമുക്ക് ധാരാളം ഈ മൊബൈലിലൂടെ കാണാമെങ്കിൽ നമ്മുടെ സംശയങ്ങൾ തീർക്കാൻ പറ്റുന്ന നന്മ കണ്ടെത്താനും ഈ മൊബൈൽ ഉപകരിക്കും. അതിലും ഇൻ്റർനെറ്റ് ഉണ്ട്. നമ്മുടെ സംശയങ്ങൾ, ഒരാളൊരു സംശയം പറഞ്ഞാൽ ശരി ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നമുക്കറിവുള്ളവരോട് ചോദിക്കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ വിഷയം നമ്മൾ സെർച്ച് ചെയ്യുക. അതൊരാളെ എഴുതിയിരിക്കുന്നത് മാത്രം നോക്കിയാൽ പോരാ, ആരൊക്കെ അതെല്ലാം ഏത് തരത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പരിശോധിച്ച് നോക്കി മനസ്സിലാക്കണം. അതിനൊരു സമയം വേണം. പക്ഷെ നേരം വെളുക്കുമ്പോൾ ജീവിക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ഒട്ടുമിക്ക ആളുകളും പലതരത്തിലുള്ള പ്രയാസത്തിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ഈ സമയം ഞാൻ ഓർക്കുകയാണ് ഒരു സ്ത്രീ. ആ സ്ത്രീ ഒരിക്കൽ എന്നെ കാണാൻ വന്നു. അല്പം പ്രായമുണ്ട്. മുമ്പ് വിദേശത്തായിരുന്നു അവർ. ആ വിദേശത്ത് അവർ ജോലി ചെയ്ത് നാട്ടിലെത്തിയപ്പോൾ ഒരിക്കൽ നൗഷാദ് ബാക്കവിയുടെ പ്രസംഗം കേൾക്കാനിടയായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഅദ് കേട്ട് ഇവരുടെ മനസ്സൊന്നും വല്ലാതെയായി. ആ ഇടയ്ക്കാണ് എന്നെ പരിചയപ്പെടുന്നത്. അങ്ങനെ എന്നെ മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്തു വന്നപ്പോൾ അവർ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റി. പല പുരുഷന്മാരുമായിട്ടും എനിക്ക് വേണ്ടാത്ത രീതിയിലൊക്കെ സഞ്ചരിക്കേണ്ടി വന്നു. ഇന്ന് എൻ്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഞാൻ മരണപ്പെട്ടാൽ ഞാൻ നരകത്തിലായിരിക്കും.
ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വല്ലാതെ ആയപ്പോൾ അതിനൊരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി, അതിനൊരു വഴി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആരെയാണ് കാണേണ്ടതെന്നുള്ള ഒരു സംശയത്തോടു കൂടി അലഞ്ഞപ്പോൾ അവര് കാസർഗോഡോ കണ്ണൂരോ ഭാഗത്തുള്ള ഏതോ ഒരു തങ്ങളെ കാണാൻ പോവുകയും അങ്ങനെ അവിടെ ചെന്നുകൊണ്ട് അവർക്ക് പറ്റിയ തെറ്റുകളൊക്കെ പറഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ തെങ്ങളും അവരോട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അങ്ങനെ അവരെ ഞാൻ വളരെയധികം സമാധാനപ്പെടുത്തി എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എല്ലാവരും തെറ്റ് പറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എങ്കിൽ തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവും നമുക്കുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടാൻ പറ്റുകയുള്ളൂ. പലർക്കും പലതരം ആവശ്യങ്ങളാണ്. മലപ്പുറത്ത് ചെന്നപ്പോൾ എന്നെ കാണാൻ ഒരു പണ്ഡിതൻ വന്നു. ഞാൻ ചിന്തിച്ചു, ഞാൻ പണ്ഡിതനുമല്ല, ഒന്നുമല്ല, ഒരു സാധാരണ വ്യക്തി. എങ്കിലും മഹാനായ സി.എം. വലിയുള്ളാഹിയായിട്ടുള്ള ബന്ധത്തിലൂടെ ആരെങ്കിലും വിഷമങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിന് വഴി പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്തരത്തിൽ വഴി പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അറിയുന്നവർ എന്നെ കാണുകയും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയിരിക്കെ ഒരു സഖാഫിയാണ്, അദ്ദേഹം എന്നെ കാണാൻ വന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. സത്യത്തിൽ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ കുടുംബത്തിൽ എന്തോ വലിയ പ്രശ്നം നടക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എന്താ വിഷയം? എനിക്കാകെ തുച്ഛമായ ഒരു സാലറിയാണുള്ളത്, പള്ളിയിലാണ് ജോലി, 2 വിവാഹം കഴിച്ചിട്ടുണ്ട്, 2ലും മക്കളുണ്ട്, 2 പേരും 2 വീട്ടിലാണ് താമസിക്കുന്നത്, 2 കുടുംബത്തിനും വാടക ഒത്ത് കിട്ടുന്നില്ല. പക്ഷെ പരസ്പരം 2 പേരും വലിയ പ്രശ്നത്തിലാണ്. അവർ 2 പേരും ഒരു വീട്ടിലേക്കായി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അവർ 2 പേരെയും വീട്ടിലേക്കാക്കി തരുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ അയാളുടെ മുഖത്തേക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടി നോക്കി നിന്നു. ഇതിനെന്തുത്തരമാണ് ഞാൻ പറയേണ്ടത്? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളാണ് നിങ്ങൾക്കുള്ള കുഴി തോണ്ടിയത്. 2 പേരെയും നോക്കാൻ കഴിവില്ലാത്ത താങ്കൾ എന്തിന് 2 കെട്ടി? ഇതിന് ഉത്തരം പറയലല്ല എൻ്റെ ജോലി. എന്തായാലും നിങ്ങൾ ഒരു വഴി തെളിഞ്ഞു കിട്ടട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു വിട്ടു. എല്ലാ സൂഫികളും ഈ ലോകത്ത് കടന്നു വന്നത് കുടുംബ പ്രശ്നം തീർക്കാനല്ല. അവർ തന്നെ അവരുടെ കുടുംബം തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അവരെ ചെന്ന് ശല്യം ചെയ്യുന്നവരായി മാറി മറ്റുള്ളവർ. ഞങ്ങൾക്കതാ, ഞങ്ങൾക്കിതാ, മറ്റേതാ, മറിച്ചതാ എന്ന് പറഞ്ഞ് ഒരിക്കൽ മടവൂര് പോയപ്പോൾ ഞങ്ങൾ സുബൈക്കാണ് മടവൂരെത്തിയത്. അങ്ങനെ സുബൈ നിസ്കാരം കഴിഞ്ഞ് മടവൂര് സിയാറത്ത് ചെയ്യാൻ വേണ്ടി മക്കാമിലേക്ക് വന്നപ്പോൾ ഒരു മുസ്ലിയാർ അവിടെ നിന്ന് വലിയ ഉച്ചത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളെ നന്നാക്കണം, എൻ്റെ ഭാര്യയെ നന്നാക്കണം, അത് നന്നാക്കണം, ഇത് നന്നാക്കണം, വീടില്ല, ജോലിയില്ല, അതില്ല, ഇതില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അപ്പം ഞങ്ങളാണെങ്കിൽ ഇയാളുടെ ഒച്ചയിലുള്ള ദുആ കാരണം ഞങ്ങൾക്കൊന്നും മര്യാദക്കവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നിൽക്കാം. അങ്ങനെ ഇയാൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് മഹാന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അയാളുടെ സർവ്വ പ്രശ്നങ്ങളും പറഞ്ഞു. എന്നിട്ട് അയാൾ അവസാനം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, എല്ലാം അറിയുന്നവനാണല്ലോ നീ റഹ്മാനെ, ഇനി ഞാൻ എന്താണ് നിന്നോട് പറയേണ്ടത്? അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നീ വഴി തുറന്നു തരണേ തമ്പുരാനെ. എല്ലാം അറിയുന്ന അള്ളാഹിനോട് ഇയാൾ ഇത്രയും കാര്യം പറയാനുള്ള മുഴുവൻ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് പറയണത്. എന്താ പറയാ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ പലതരത്തിൽ
പോയി ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു സ്കൂളിലേക്ക് പോകണ എന്തിനാ? പ്രേമിക്കാനാണോ? കൂട്ടുകാരന്മാരെ കിട്ടാനാണോ? നമ്മൾ ആദ്യം ഇത് ചിന്തിക്കണം. കൂട്ടുകാരെ തേടി പോകുന്നവർ കൂട്ടുകാരോടൊപ്പം കറങ്ങി അങ്ങനെ അവസാനിക്കും. പഠിപ്പുണ്ടാവില്ല. പഠിക്കാൻ പോണവൻ പഠിക്കും, കളിക്കാൻ പോണവൻ കളിക്കും. ഏത് ഉദ്ദേശത്തിലാണോ പോകുന്നത് ആ ഉദ്ദേശത്തിലേക്ക് അവൻ എത്തപ്പെടും. വിദ്യാലയത്തിലേക്ക് പോകുന്നത് എനിക്ക് വിദ്യ കിട്ടാനാണെന്ന് മനസ്സിലാക്കിയവൻ അവിടെ നിന്ന് വിദ്യ നേടും. അപ്പോൾ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ വിദ്യ നേടാൻ കഴിയാതെ പോയ ഒത്തിരി ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ഞാനും. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പഠിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലായിരുന്നു, പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യം എൻ്റെ കുടുംബത്തിനുണ്ടായില്ല. അപ്പം അതുകൊണ്ട് അനിയന്മാർക്ക് വേണ്ടിയിട്ട് എൻ്റെ പഠിത്തം നിർത്തി ഞാൻ ജോലിക്കിറങ്ങിയവനാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യം കൊണ്ടൊക്കെ ആയിപ്പോകുന്നവരുണ്ട്. ഇന്ന് മക്കൾ നല്ലപോലെ പഠിച്ചു. എൻ്റെ അവസ്ഥ അവർക്ക് വരരുത്. എല്ലാവരും ചിന്തിക്കുന്നതാണ്, നമ്മൾ അനുഭവിച്ചത് മക്കൾക്ക് വരരുതെന്ന്. പക്ഷെ മക്കളത് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കണം. അവർക്കും കൂടി ബോധ്യം വേണം. അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിലാണ് അവർ നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, ചോദിക്കണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പിന്നീട് അവർ പറയണത് നമ്മളനുസരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ വരരുത്. ഞാൻ എപ്പോഴും സന്തോഷിക്കുന്ന ആ ഒരു കാര്യത്തിലാണ്, മക്കളുടെ കാര്യം. എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അവരെന്നും എന്നോട് ചോദിച്ചുകൊണ്ട് പുറത്തു പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാലും വിളിച്ച് പറയുന്നു. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കിട്ടാൻ വലിയ ഭാഗ്യം ചെയ്യണം. അതിന് അല്ലാഹു അത്രയും, ഞാൻ ആ ഒരു കാര്യത്തിലാണ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. ഓരോ മക്കളും കഞ്ചാവിലും മറ്റതിലും മറിച്ചതിലും ഒക്കെ പോയി പെടുകയാണ്. ഇൻസ്റ്റാഗ്രാം വഴിയും മറ്റാത്ത വഴിയും ഒക്കെ പോയി കുടുങ്ങുകയാണ്. അപ്പം ഇതെല്ലാം ഉപയോഗിക്കുന്ന മക്കൾ ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന കാണുമ്പോൾ വല്ലാത്ത സന്തോഷം. അല്ലാഹുവിന് 1000 സ്തുതി. എത്ര സ്തുതി പറഞ്ഞാലും നമ്മൾ നല്ലതാണെങ്കിൽ, നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടവരാണ്. പരീക്ഷിക്കപ്പെടും. അതിൽ സങ്കടപ്പെട്ടാൽ അർത്ഥമില്ല. സങ്കടങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ജനിച്ചത് മരിക്കാനാണ്. മരിക്കുന്നത് വരെ ഒരു ജീവിതമുണ്ട്. അത് ഭൗതികമായും ജീവിക്കാം, ആത്മീയമായും ജീവിക്കാം. ആത്മീയമാകുമ്പോൾ ആത്മീയ തലങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകും. ഭൗതികമാകുമ്പോൾ ഭൗതികപരമായ കാര്യങ്ങളും ഉണ്ടാകും. അതിൽ വേലിയേറ്റം വേലിയിറക്കം പോലെ രണ്ടിലുമുണ്ട്. രണ്ടും മനസ്സിലാക്കി പോകാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. ചിലർ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? ഉത്തരം കിട്ടുന്നില്ല. അവൻ്റെ സങ്കടം പറയാൻ അല്ലെങ്കിൽ സങ്കടം കേൾക്കാൻ ദൈവം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. എത്ര വലിയ കഠിനമായ സാഹചര്യങ്ങൾ വന്നാലും അല്ലാഹുവിനോടും അവൻ്റെ മശായിഖന്മാരോടുമുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വഴിമുട്ടുമ്പോൾ ഒരു വടിയുമായി അവർ നമ്മുടെ മുമ്പിൽ വരും, നമുക്ക് തണലാകും. ഇതെൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്നേഹം സത്യമായിരിക്കണം. സത്യമാണെങ്കിൽ അത് നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മുടെ നിഴൽ പോലെ മഹാന്മാർ നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹു തആല നാം ഏവരെയും സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും നമ്മുടെ മക്കളെ നല്ല വഴിയിലാക്കാനും ഓരോ ഉമ്മമാരുടെയും വേദനകൾക്ക് പരിഹാരങ്ങൾ കിട്ടട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വിശദമായി പറയാം. ഈ കാണുന്ന ദർഗ, നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന ദർഗ കോയമ്പത്തൂർ ഇച്ചേരി എന്ന് പറയുന്ന സ്ഥലം, ഹാജി അലി ഫക്കീർ ബാവ അവരുടെ മക്കാമാണത്. ഇന്ന് അവിടെ ദിക്റായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പോകാറുണ്ട്. അവിടെ ദിക്ർ നടക്കാറുണ്ട്. മഗ്രിബ് കഴിയുമ്പോൾ അത് കഴിയും. അല്ലാഹ് വീണ്ടും വീണ്ടും സിയാറത്ത് ചെയ്യാനും മഹാന്മാരെ മക്കാമിൽ ചെല്ലുമ്പോൾ നല്ല സ്നേഹബന്ധങ്ങൾ കിട്ടാനും അങ്ങനെ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാനും വിഷമങ്ങളുള്ളവർ തമ്മിൽ വിഷമങ്ങൾ കൈമാറാനുമൊക്കെ പരസ്പര സഹായികളായി മാറാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും